എനിക്ക് ഇപ്പോൾ ഈ ഇന്നത്തെ വിഷയം നമ്മുടെ പിണറായി വിജയനണ്ണൻ പിന്നെ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ. ശബരിമല അതാണല്ലോ വിഷയം അല്ലേ? അതൊരു ട്രിഗറാക്കി എടുത്തേ ഉള്ളൂ. അപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് നമ്മൾ ചെറിയൊരു എന്താ പറയുക, ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആയിട്ട് ഒരു ചെറിയ കശവിശൊക്കെ ഉണ്ടായി. കാരണം റാഗിങ് പോലത്തെ പിന്നെ കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചു കാലം അങ്ങ് അതിക്രമിച്ചപ്പോൾ നമുക്ക് ക്ഷമ കെട്ടിട്ട് അടിപിടിയൊക്കെ ആയി. അങ്ങനെ ഒരു അടിപിടി കേസ് എന്താ പറയുക, സീനിയേഴ്സായിട്ട് ഒരു അടിപിടിയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പിന്നെ നമ്മൾ വലിയ വിപ്ലവ സിംഹമായി മാറി കോളേജിൽ. അപ്പോൾ അവിടുത്തെ പിന്നെ ഞാൻ പോലും അറിയാതെ അവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, നമ്മള് പിന്നെ വിദ്യാർത്ഥി നേതാക്കളുണ്ടല്ലോ, അവർ നമ്മളെ വന്നിട്ട് സമീപിച്ചിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിൽക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടികളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന് ചോദിച്ചു. അതൊന്നല്ല, നീ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ അടിയായിട്ട് നടന്ന സംഭവത്തിനെ ഇവർ വലിയ എന്തോ വിപ്ലവ സംഭവമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണത്. ഏതെങ്കിലും വിപ്ലവകാരി എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അതായത് എന്തെങ്കിലും അടിപിടി കേസിൽ, കുത്തുകേസിൽ എന്തെങ്കിലും പ്രതിയായിട്ടുള്ള ആള് അയാളെ വിപ്ലവകാരിയായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അയാളെന്തോ വലിയൊരു, എന്നിട്ട് അയാളെ ഞങ്ങളെ ആളാണെന്ന് പറഞ്ഞ്, ഈ മുസ്ലിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ആളാണ് എന്ന് പറയുന്ന പോലെ തന്നെ കാണിച്ചിട്ട് അയാളെ ഞങ്ങളെ ആളാക്കിയിട്ട് കൊണ്ടുവരുന്ന രീതി. ഞാൻ എന്നിട്ട് അന്ന് പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോരുകയാണ് ചെയ്തത് പാർട്ടി ഓഫീസിൽ നിന്നിട്ട്, അതായത് നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്ന ഓഫീസിൽ നിന്ന്. അപ്പൊ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ മുസ്ലിങ്ങളുടെ ഇടയിലും അതേപോലത്തെ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ ഏകദൈവം പറയുന്ന ആൾക്കാരൊക്കെ ഞങ്ങളെ ആളാക്കി കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അതേമാതിരി കൃഷ്ണൻ അന്ന് കാലത്തെ പ്രവാചകനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശിവൻ, അതേമാതിരി ഈ ഹജറുൽ അസ്വദ് നിങ്ങളുടെ ശിവന്റെ ലിംഗമാണ് എന്നുള്ള അങ്ങനത്തെ കുറെ നാരേറ്റീവ്സ് വെച്ചിട്ട്, ഈ അപ്രോപ്രിയേഷൻ വെച്ചിട്ട് പിന്നെ ഈ പ്ലൂറലിസം പറയുന്ന ഒരു പരിപാടി മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താ പറയാ, പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ വലിയ പ്ലൂറലിസത്തിന്റെ എന്താ പറയാ, മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരും, ഉള്ളിലിരിക്കുമ്പോൾ വേറെ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഇടതിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇസ്ലാം ലെഫ്റ്റിന്റെ രീതി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഓർമ്മ വന്നിട്ട് പറഞ്ഞാണ്. അപ്പോ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എനിക്ക് ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ ന്യൂസ്? ഹലോ, കാണാം. യെസ്, എന്റെ പൊന്നണ്ണന്മാരെ, നിങ്ങൾ ഒന്നുകിൽ ബ്രേവ് അത് പറയുമെന്ന് വിചാരിച്ചിരുന്നു. മൊത്തം പരസ്യമാണ് കാണുന്നത്. ഞാൻ എഡ്ജാണ് ഉപയോഗിക്കുന്നത്, മറ്റേ ആഡ് ബ്ലോക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ്. ആണോ? ശരി. ഓപ്പൺ ആഡ് ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അങ്ങനെ എന്തൊരു പേരുണ്ട്. അത് നല്ല എഫക്റ്റീവ് ആണല്ലോ. പിന്നെ അതിനകത്ത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. നോക്കണം. അതിനെ സംബന്ധിച്ചിട്ട് ഞാനൊരു ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ ഉസ്താദിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. പോക്കിരി കേട്ടല്ലോ, അന്ന് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞാണ്, ഉസ്താദിനെ കണ്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? കുട്ടികളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലേ? ഞാൻ അവിടെ കുറെ നേരം കാത്തിരുന്നു. നിങ്ങൾ അവിടെ പോയി? ഞാൻ ചീർണിയായിട്ട് അവിടെ ബാക്കി കാത്തിരിക്കുന്നു. ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ. ആണോ? ഞാൻ വെളിച്ചെണ്ണ എടുക്കാൻ പോയതായിരുന്നു. നശിപ്പിച്ച് എന്നെ ഇങ്ങനെ അങ്ങോട്ട് ഊക്കാൻ പാടില്ലായിരുന്നു. ശരി, എന്നാ എഡ്ജോ സഫാരി ഏതാന്ന് ഞങ്ങളെടുത്തോ, ഞമ്മളില്ലേ? ഞാൻ നോക്കാം, പിന്നെ താങ്കൾ അത് നോക്കാം. ബ്രേവിന്റെ കാര്യം ഇത് കഴിഞ്ഞു വേണ്ട, ഇത് തന്നെ ധാരാളമാണ്. ഇത് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം. പ്ലീസ് ഗോ അഹെഡ്. ഓക്കെ. ഈ പലസ്തീൻ വിഷയം, ഈ ഇസ്രായേൽ ഗാസ വിഷയം ഇത്രയധികം ന്യൂസിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാരണങ്ങളാണ് ഇസ്ലാം ലെഫ്റ്റിന്റെ സംഭവത്തിനെ നമുക്ക് തുറന്നെടുത്ത് കാണിക്കേണ്ട ഒരു ഗതികേട് വരുന്നത്. ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ആൾക്കാർ കോങ്കോയിലെ 61 ക്രിസ്ത്യാനികളെ കൊല്ലുന്നു. സിറിയയില് പിന്നെ ഒരു വില്ലേജ് മൊത്തം കത്തിയിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ, ഇതൊന്നും വാർത്തയാവുന്നില്ല. അല്ലെങ്കിൽ ഈ വാർത്തകൾക്കൊന്നും നമ്മളെ ലെഫ്റ്റ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ മീഡിയയോ ലോകത്തിലെ മീഡിയയോ ഇതിന് കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനൊരു ന്യൂസ് കൊടുക്കുന്നില്ല. അപ്പൊ
ഇസ്ലാമിക് സ്റ്റേറ്റ് 61 പേരെ കോങ്കോയിൽ കൊന്നു തള്ളി എന്ന് പറയുമ്പോൾ ഇതൊന്നും എന്താ ചർച്ചയാകുന്നില്ല. ആഫ്രിക്കയിൽ കോങ്കോയിൽ നിന്നിട്ട് നൈജീരിയയിൽ നിന്നിട്ടൊക്കെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുക. ഇതൊന്നും ന്യൂസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ഇവർ ഈ എത്നിക് ക്ലെൻസിങ് എന്നോ അല്ലെങ്കിൽ ജനോസൈഡ് എന്നോ കാണിക്കുന്നില്ല എന്നുള്ളൊരു നഗ്ന സത്യമാണ്. ഇനി ഇതിന്റെ ഇടയിൽ നമ്മളെ ഹോളിവുഡിൽ, നമ്മുടെ ബോളിവുഡ് അല്ല, ഹോളിവുഡിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ഫ്രീ പലസ്തീൻ മൂവ്മെന്റിന്റെ സംഭവങ്ങൾ. അതായത് ഇതില് സംസാരിക്കാത്ത ആൾക്കാര് അല്ലെങ്കിൽ ഇസ്രായേലായിട്ട് എന്തേലും രീതിയിൽ ജൂതനായിരിക്കെ ജൂതന്മാരായിട്ടുള്ള പിന്നെ പലസ്തീനെ ഒപ്പം നിൽക്കാത്ത ആൾക്കാരൊക്കെ മാർജിനലൈസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ആ രീതിയിൽ ക്യാൻസൽ ചെയ്ത ആളാണ് ഗാൽ ഗാഡട്ട് എന്ന് പറയുന്ന വണ്ടർ വുമണായിട്ട് അഭിനയിച്ചിരുന്ന സ്ത്രീ. അതേമാതിരി പിന്നെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്പെഷ്യൽ വിക്ടംസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ വേൾഡ് ഫേമസ് സീരീസ് ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അതിലെ ഒരു ജൂത സ്ത്രീനെ ഇതേപോലെ അവർക്ക് അമേരിക്ക വിട്ട് ഇസ്രായേലിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിൽ പിന്നെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജെറാഡിൻ ബട്ട്ലർ എന്ന് പറയുന്ന ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള നടനെ പിടിച്ചിട്ട് ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇനി നമ്മുടെ വോക്കണ്ണൻ ഉണ്ട്, അതായത് ഹൾക്കായിട്ട് അഭിനയിച്ചിരുന്ന അവഞ്ചേഴ്സിൽ ഹൾക്കായിട്ട് അഭിനയിച്ചിരുന്ന നടനെ ആയിരിക്കും ആൾക്കാർക്ക്. റസൽ എന്ന് പറയുന്ന ആള്, റസൽ അല്ലാന്ന് തോന്നുന്നു, അല്ല ഓക്കെ, ഈ പുള്ളിക്കാരൻ ഇപ്പൊ വോക്ക് ഹൾക്കാണ് പുള്ളിക്കാരൻ. പിന്നെ ഇതിന്റെ മെയിൻ അണ്ണനാണ് സേഫ് പലസ്തീൻ്റെ. അപ്പൊ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഹോളിവുഡുകാർക്ക് ഫാക്ട്സിനെ പറ്റി ഒരു അറിവില്ല. സിനിമാക്കാരെ രീതിയിൽ കാര്യങ്ങളെ കണക്കാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ കാര്യങ്ങളെ കണക്കാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ വേൾഡിനെ, റിയൽ പൊളിറ്റിക്കിനെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാതെ അവര് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ വേറുള്ളവരെ ഈ ആർട്ട് പോലത്തെ പൊളിറ്റിക്കലായിട്ട് നിൽക്കേണ്ട പിന്നെ കലാകാര്യങ്ങള് അതിൽ നിന്ന് ക്യാൻസൽ കൾച്ചർ കൊണ്ടുവരുന്നു. അതിൽ നടന്മാർ അവരുടെ പ്രൈവറ്റ് സ്റ്റാൻഡിന് അവർ ആ രീതിയിൽ അതുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഹോളിവുഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയാണ് ജെറി സെൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫേമസ് കൊമേഡിയനാണ്. പുള്ളിക്കാരൻ ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന മൂവ്മെന്റിന് കൂക്ലക്സ് ക്ലാൻ എന്ന് പറയുന്ന പണ്ടത്തെ വൈറ്റ് സുപ്രീമസിസ്റ്റ് കൾട്ടായിട്ട് നിലനിന്നിരുന്ന US ഉണ്ടായിരുന്ന ഒരു ക്ലാനായിട്ട് പിന്നെ അതിനായിട്ട് കമ്പാരിസൺ ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു ഹോസ്റ്റൽ ക്ലൈമറ്റിലാണ് പുള്ളിക്കാരൻ ഫ്രീ പലസ്തീൻ മൂവ്മെന്റിനെ കൂക്ലക്സ് ക്ലാനായിട്ട് പിന്നെ കമ്പാരിസൺ ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുക, മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് വരെ സംസാരിപ്പിക്കുന്ന രീതിയിലോട്ട് ഫ്രീ പലസ്തീൻ മൂവ്മെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്തു കൂടി എല്ലാവരും അവരൊപ്പം കൂട്ടിച്ചേർക്കാൻ വേണ്ടി നിങ്ങൾ മിണ്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഞങ്ങളിൽ പെട്ടവനല്ല, ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ പെട്ടവനല്ല എന്ന് പറയുന്ന ആ ഒരു രീതിയെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നഗ്നസത്യം. പിന്നെ അടുത്തത്, ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ല 2 ആഴ്ച മുന്നേ അതിന് മുന്നേ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ സംഭവമുണ്ട്. അവിടുത്തെ മാക്രോണൻ പുള്ളിക്കാരന്റെ പിന്നെ ഫോൾസിന് ബൂമേഴ്സ് ആയിട്ടും ജനറേഷൻ എക്സിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഈ ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങള് ഇതൊക്കെ കണ്ട്, ജനങ്ങൾക്ക് പൊട്ടന്മാരല്ലല്ലോ, ഒരു പരിധി ഉണ്ടല്ലോ പൊട്ടന്മാരാക്കുന്നതിൽ. അപ്പൊ പുള്ളിക്കാരന്റെ പിന്നെ ഭരണം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്ന പ്രൈം മിനിസ്റ്ററിനെ പിന്നെ വോട്ടിൽ നിന്ന് ബാക്കിയുള്ള പാർട്ടിക്കാരൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോ ഇനി വീണ്ടും ഇലക്ഷൻ നടത്തേണ്ട ഒരവസ്ഥയിലോട്ട് ഫ്രാൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിൽ പുതിയതായിട്ട് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്ന റയറ്റ്സ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൽ മാക്രോണിന്റെ എതിരെ. മാക്രോൺ റിസൈൻ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുവരെ പുള്ളിക്കാരൻ ആ ഒരു കസാര വിട്ട് പോകാനുള്ള ഇഷ്ടക്കേട് കൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനിയാണ് നമ്മുടെ ടെക്സാസിൽ പറഞ്ഞ ആ സംഭവം, അതായത് ടെക്സാസ് അനൗൺസസ് ബാൻ ഓൺ ഷെരിയ ലോ ആഫ്റ്റർ മുസ്ലിം പാട്രോൾസ് ട്രൈ ടു ബാൻ ആൽക്കഹോൾ ആൻഡ് പോർക്ക്. ഇതാണ് ട്രിഗർ ആയിട്ടുള്ളത്. അതായത് ടെക്സാസിൽ പൊതുവേ ഇതൊരു റെഡ് സ്റ്റേറ്റ് ആണ് ടെക്സാസ്. അതായത് നമ്മളെ റിപ്പബ്ലിക്കൻ പാർട്ടിന്റെ സ്ഥലമാണ് ടെക്സാസ്. അവിടെ കയറിയിട്ടാണ് മുസ്ലിങ്ങൾ എന്താ പറയണത്, നിങ്ങൾ ആൽക്കഹോൾ ബാൻ ചെയ്യണം, പോർക്ക് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കടയിലും കയറിയിട്ട് ഇവരുടെ ഈ ദാവാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോസ് ഒക്കെ ഉണ്ട്, യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോ ഇതൊരു ട്രിഗറായി വന്നിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയ അവിടെ ബാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ടെക്സാസ് കൗണ്ടിയിൽ, അല്ലെങ്കിൽ നമ്മുടെ
ടെക്സാസ് കൗണ്ടിലെ ഗവർണർ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ പോലെയാണ്, അവിടുത്തെ ഗവർണർ പറയാണ് പിന്നെ ഞങ്ങൾ ശരിയാന്ന് പറഞ്ഞ സംഭവം ഇവിടെ ബാൻ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രോ ആക്റ്റീവ് സ്റ്റാൻസ് എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മുസ്ലിങ്ങൾ തന്നെ കൊണ്ടെത്തിച്ചൊരു സംഭവമാണ്, ഒരു സ്ട്രൈസ് ആൻഡ് എഫക്റ്റ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലി അംബാസഡർ പറഞ്ഞ അതായത് നമ്മുടെ അമേരിക്കയിലുള്ള ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന പാർട്ടി, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള കോൺഗ്രസിന്റെ വേറൊരു പതിപ്പ്, ഇവര് എത്നിക് ക്ലൻസിങ് ആണ് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ അംബാസഡർ തിരിച്ച് അതിനുള്ള തെളിവുകൾ ചോദിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ഇത് എത്നിക് ക്ലൻസിങ്ങോ ജനോസൈഡോ അല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കാലഘട്ടം നമ്മൾ 1948 തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാസിലെ പോപ്പുലേഷൻ ഡബിളും ട്രിപ്പിളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നമുക്ക് എത്നിക് ക്ലൻസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജനോസൈഡ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ജനോസൈഡ് ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട് പറയുന്നവരോട് പറയാനുള്ള ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് അത് തന്നെയാണ്. പിന്നെ കൂടുതലായിട്ടുള്ളത് ആരിഫ് ഭായിക്ക് പല വീഡിയോസ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്, അതിൽ പുള്ളിക്കാരന് കൂടുതലായിട്ട് പറയാനുണ്ടാവും. പിന്നെ ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഹോളിവുഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഈ പ്രൊഫൈലി മിസ്ഗൈഡഡ് ഇസ്രായേലി ഫിലിം ഇൻഡസ്ട്രി റെസ്പോൺസ് ഫിലിം മേക്കർ ബോയ്ക്കോട്ട് പ്ലഡ്ജ്. അതായത് പലസ്തീനൊപ്പം നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ ഒപ്പം കൂട്ടുകയും ബാക്കിയുള്ളവരൊക്കെ പിന്നെ ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജൂതന്മാരെയും ഇസ്രായേലിനെയും, അതായത് ഇതിൽ സംസാരിക്കാത്ത ഇസ്രായേലായിട്ട് എന്തെങ്കിലും രീതിയിൽ പിന്നെ വേദി പങ്കിട്ട ആൾക്കാരും വരെ ബോയ്ക്കോട്ട് ചെയ്യുന്ന അവസ്ഥ. ഇപ്പൊ ജെറാഡിൻ ബട്ട്ലർ എന്ന് പറയുന്ന നടന്റെ അവസ്ഥ അതാണ്. പുള്ളിക്കാരൻ ജൂതനല്ല, പുള്ളിക്കാരൻ പിന്നെ ബേസിക്കലി ഗാൽ ഗാഡറ്റിനെ പോലെ പുറത്തിറങ്ങിയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ അപ്പോളിറ്റിക്കലായിട്ട് എന്താ പറയാ അപ്പോളിറ്റിക്കലായിട്ട് നിന്നു. അതായത് ആര് വിളിച്ചു കഴിഞ്ഞാലും ആരുടെ വേദിയിലും പോകുന്ന ഒരു സംഭവം, അങ്ങനെ നിന്നിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അയാളെ പിടിച്ചിട്ടാണ് ഇയാൾ ഇസ്രായേൽ വിളിച്ച വേദിയിലോട്ട് പോയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ജൂയിഷ് ഫിലിം മേക്കർ കമ്മ്യൂണിറ്റി പറഞ്ഞിരുന്ന പിന്നെ സ്ഥലത്തോട്ട് അവിടെ പോയിട്ട് പ്രസംഗിച്ചു, അല്ല അവിടെ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതിന് അയാളെ ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ രീതിയിൽ യൂറോപ്പിലും യു എസിലും ഹോളിവുഡിന്റെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ബോയ്ക്കോട്ടിങ് പിന്നെ ക്യാൻസൽ കൾച്ചർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിനെതിരായിട്ട് അവിടുത്തെ ഇസ്രായേലി ഫിലിം ഇൻഡസ്ട്രി പറയുകയാണ് ഇത് ഒരു ബോയ്ക്കോട്ട്, ഇത് പ്രൊഫൗണ്ട്ലി മിസ്ഗൈഡ് ആയിട്ടുള്ള സംഭവമാണ്. എന്തിനാണ് അവിടുത്തെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളും രാജ്യങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തിനാണ് സിനിമകളിലോട്ട് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇതില് പുതിയൊരാളായിട്ട് വന്നിട്ടുള്ളത്, ഇത്രയും കാലമായിട്ട് എമ എന്ന് പറയുന്ന പുതിയതായിട്ട് ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു നടിയാണ്. പുള്ളിക്കാരിയാണ് ഇപ്പൊ പുതിയതായിട്ട് ഈ ഒരു സേഫ് പലസ്റ്റൈൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള പുതിയ നടി. ഇത്രയും കാലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഹോളിവുഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലെഫ്റ്റുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ട്രിവിയൽ ആയിട്ടുള്ള ഇഷ്യൂസിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാട്, അല്ലെങ്കിൽ അവരുടെ നാട് തന്നെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളും ബാക്കി ഈ ഗ്ലോബൽ ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലോബി ആയിട്ടുള്ള ഈ റഷ്യ, ചൈന, നോർത്ത് കൊറിയ, പിന്നെ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ്, ഇവരും പിന്നെ ഇറാനും ഖത്തറൊക്കെ തമ്മിലുള്ള ഈ ഒരു അൺഹോളി അലയൻസ് ഈ ലെഫ്റ്റിനെ തന്നെ ഈ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉള്ളതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അതിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ യുദ്ധം നടത്തുന്ന പോരാണ്ട് പോളണ്ടിന്റെ ഉള്ളിലും കൂടി കയറി കളിക്കാൻ തുടങ്ങിയതായിട്ടുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പോളണ്ട് ആൻഡ് ഇറ്റ്സ് അലൈസ് ഡൗൺ ഹ്യൂജ് നമ്പർ ഓഫ് റഷ്യൻ ഡ്രോൺസ് ഇൻ ആക്ട് ഓഫ് അക്രഷൻ. അതായത് ആളില്ലാത്ത ഡ്രോൺസിനെ വെച്ചിട്ട് റഷ്യ പോളണ്ടിലും പിന്നെ ബോൾട്ടിക് കൺട്രീസിലും, വിസഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസിലും ബോൾട്ടിക് കൺട്രീസ് ആയിട്ടുള്ള എസ്തോണിയയിലും ഈ പറഞ്ഞ പോലെ ഡ്രോൺസിനെ വിക്ഷേപിക്കുന്നു. ഇപ്പൊ അടുത്താണ് ലിത്വേനിയയിൽ, ബോൾട്ടിക് കൺട്രീസിൽ ഒരു രാജ്യമായിട്ടുള്ള ലിത്വേനിയയിൽ 15 പേരെ പിന്നെ അറസ്റ്റ് ചെയ്തു. കാരണം റഷ്യക്ക് വേണ്ടി അവർ സ്പൈ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ പരിപാടികൾ റഷ്യ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോക്സ്റ്റേഴ്സ് ആയിട്ടുള്ള ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റർ വിങ് ആയിട്ടുള്ള ആൾക്കാർ ഹോളിവുഡിലെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലെയും ഗവൺമെന്റിലെ ആൾക്കാർ എന്ത് ചെയ്യാണ്, സ്വന്തം രാജ്യത്തിനെ തന്നെ കൂട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ആൾക്കാരായിട്ട് സേഫ് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഉള്ളത് ഓക്കെ, ഇതിന്റെ അപ്പോൾ EU എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഈ ഒരു ബോഡിനെ പറ്റി ഞാൻ കഴിഞ്ഞ എൻ്റെ പല ലൈവുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ HTന്റെ ലൈവിൽ. അതായത് ഈ EU എന്ന് പറയുന്ന ഒരു വോക്സ്റ്റർ, ബ്രസൽസ് ബേസ് ചെയ്തിട്ടുള്ള ഈ EUവിന്റെ പ്രസ്ഥാനം ഒരു ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റർ വഗാൻസയാണ്. ഇവരുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് വോൺ ഡെർ ലയൻ. പ്രപ്പോസസ് സസ്പെൻഷൻ ഓഫ് EU പേയ്മെന്റ്സ് ആൻഡ് ട്രേഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് ഇസ്രായേൽ. ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പുള്ളിക്കാരി പറയാണ് EUവിലുള്ള ഒരു രാജ്യവും ഇനി ഇസ്രായേലായിട്ട് ട്രേഡ് പാർട്ട്ണർഷിപ്പിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു കുറെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഓരോ രാജ്യവുമല്ല തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഇസ്രായേലായിട്ട് എങ്ങനെ ബന്ധം ഒപ്പം നിൽക്കണോ വേണ്ടേ എന്നുള്ളത്. അല്ലാതെ ഒരു യൂണിയൻ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിംഗ് അല്ലല്ലോ. അപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്നത് ഞങ്ങൾ ഏത് രീതിയിലുള്ള ഫാസിസത്തിനും നാസിസത്തിനും ഒക്കെ എതിരാണെന്ന് പറയുന്ന ഇതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ വന്നിട്ട് മാനദണ്ഡങ്ങൾ വെക്കുന്നത്. അതായത് നിങ്ങൾ ഇനി ഇസ്രായേലായിട്ട് പാർട്ണർഷിപ്പിന് പോരുത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. UN-ഉം EUവിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ പല ലൈവുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എതിരൊക്കെ തന്നെയാണ് വിസഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസിലും US-ലാണെങ്കിലും UN-ന്റെ എതിരെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. EU-ലാണെന്നുണ്ടെങ്കിൽ വിസഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസും ബോൾട്ടിക് കൺട്രീസിലും EUവിന്റെ എതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും EUവിന്റെയും UN-ന്റെയും എക്സ്പയറേഷൻ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അത് ഇനി എത്ര കാലം വരെ നിൽക്കുന്നു നോക്കി കണ്ടറിയേണ്ടതാണ്. അപ്പോൾ ഈ എന്തിനടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ചിന്താഗതികളെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ന്യൂസ് കാണാനില്ല, സോറി. അതായത് എന്താണ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുള്ളതാണ്. മോറിറ്റിയാന എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള ഒരു രാജ്യത്ത് ഇപ്പോഴും അടിമക്കച്ചവടം, അടിമച്ചന്ത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു മുസ്ലിം കൺട്രിയാണ്, പ്രിഡോമിനന്റ്ലി മുസ്ലിം ഗവൺമെന്റ് ലോബി ചെയ്തിട്ടുള്ള ഒരു സ്ലൈവ് മാർക്കറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ അധപതിച്ചിട്ടുള്ള ഒരു ചിന്താഗതിനെയാണ് ഇവർ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലോബി സേഫ് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ടെററിസ്റ്റുകൾ എനേബിൾ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ചൊറി പിടിച്ച പ്രസ്ഥാനത്തിനെയാണ് ഇവർ എനേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിനെ എനേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വാസ്തവ സത്യമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഇങ്ങനത്തെ ട്രിവിയൽ ആയിട്ടുള്ള മാറ്റേഴ്സിന്റെ പിന്നാലെ പോവാതെ നമ്മള് ഈ യൂറോപ്പും US ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നത്, ഇവിടെ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് അതിന് പരസ്യമായിട്ടുള്ള ആ സത്യത്തിനെ അംഗീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പോളണ്ടിനെ പോലത്തെ രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ 40,000 പട്ടാളക്കാരെ അവരുടെ ബോർഡറായിട്ട് വിക്ഷേപിക്കുകയാണ്. പോളണ്ട് റഷ്യയായിട്ടുള്ള ബോർഡറിൽ വിക്ഷേപിക്കുകയാണ്. അതായത് പോളണ്ടും ബെലാറസും ആയിട്ടുള്ള, ബെലാറസിനെ പറ്റി അറിയുന്നുണ്ടാവും. ബെലാറസ് എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിലാണ്, പക്ഷെ ഒരു ഡിക്റ്റേറ്റർ ആണ് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യന്റെ സ്വന്തം അടുത്ത സുഹൃത്താണ്, ചങ്കാണ്. അപ്പൊ ഈ രാജ്യങ്ങള് കുറെ കാലമായിട്ട് ഒരേ ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പോൾ ബെലാറസ് ആയിട്ടുള്ള ബോർഡറിൽ പോളണ്ട് 50,000 ട്രൂപ്സിനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റഷ്യ അവിടുന്ന് ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലത്തെ ഇസ്ലാമോ ലെഫ്റ്റ് ലോബി വെച്ചിട്ടുള്ള റഷ്യ ഇപ്പൊ യൂറോപ്പിൽ കടന്നാക്രമിക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോളണ്ടും ബാക്കിയുള്ള രാജ്യങ്ങളും ഈ പറഞ്ഞ പോലെ തിരിച്ച് അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഫ്രാൻസും UK-യും അവരുടെ കുറച്ച് ഫൈറ്റിംഗ് സിസ്റ്റംസ് പോളണ്ടിന് കൊടുത്തിട്ടുണ്ട്. നെതർലൻഡ്സും ഒരു 2 എയർ ഡിഫൻസ് സിസ്റ്റംസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാൻസും UK-യും ഇപ്പൊ ലെഫ്റ്റുകളുടെ സ്വന്തം സ്ഥലമാണല്ലോ. അപ്പോൾ അവർ ഈ യുദ്ധക്കപ്പലുകളും ഈ യുദ്ധ ജെറ്റുകൾ കൊടുത്തത് ഇവര് ലെഫ്റ്റ് മീഡിയയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സെൻട്രൽ മീഡിയയിലും റൈറ്റ് മീഡിയയിലുമാണ്. അതാണ് ഇവിടെ ഒരു രീതി എന്ന് പറയുന്നത്. മീഡിയ കൈയടക്കി വെച്ചുകൊണ്ട് അവരുടെ നാരേറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്വീഡനിൽ നടന്നൊരു സംഭവമാണ്. ഇടത്തന്മാരുടെ വേറെ ഇരട്ടത്താപ്പാണ്. അതായത് സ്വീഡനിൽ സത്യത്തിൽ ഒരു മാസം മുന്നേ ഒരു സർവേന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇമിഗ്രൻസിന്റെ ഇമ്പാക്ട് സ്വീഡനിലെ എക്കണോമിയിൽ എത്രയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റെഫ്യൂജീസും ഇമിഗ്രൻസും ഈ രീതിയിലുള്ള എക്കണോമിക് ഇമ്പാക്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. ആ ഒരു സർവേ ആണ്. അതിൽ പറയുന്നത് റെഫ്യൂജീസ് സ്വീഡന് കൊടുക്കുന്ന
റെഫ്യൂജീസിന്റെ കോൺട്രിബ്യൂഷൻ 0 ആണ് സ്വീഡിഷ് എക്കണോമിയിൽ എന്നുള്ള ഒരു വാസ്തവ സത്യമാണ്. അപ്പൊ ഇങ്ങനത്തെ റെഫ്യൂജീസിനാണ് സ്വീഡൻ പിന്നെ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ തിരിച്ചു കൊടുക്കുന്ന പൈസയോ, അതായത് ഗവൺമെന്റിന് ഒരു ലാഭവും ഇല്ല, 0 ആണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലാഭം. ഇവർ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി റെഫ്യൂജിനെ എടുത്ത് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഇമിഗ്രൻസ്, അതായത് ഈ വർക്ക് വിസയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇമിഗ്രൻസിൽ അധിക പേര് ഇന്ത്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള ഇവര് പോസിറ്റീവായിട്ടുള്ള മാറ്റം, അതായത് അവർ നെറ്റ് പോസിറ്റീവ് ഗെയിനാണ് ഇവിടുത്തെ സ്വീഡിഷ് ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എക്കണോമിയിൽ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് സ്വീഡന് ഈ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ തരംതിരിക്കുമ്പോൾ റെഫ്യൂജീസ് ഒരു 0 കോൺട്രിബ്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, മറിച്ച് ഒരു പോസിറ്റീവ് ഗെയിൻ ആണ് ഈ വർക്ക് വിസയിൽ വന്നിട്ടുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാരും ബാക്കിയുള്ള അതേപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ വന്നിട്ടുള്ള വർക്ക് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ പോസിറ്റീവ് ഗെയിൻ ആണ് സ്വീഡൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഇതേ ന്യൂസ് ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ചാനൽ പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്. ന്യൂസ് പറഞ്ഞിട്ട് എങ്ങനെയാണ്, ഇമിഗ്രൻസ് കോൺട്രിബ്യൂട്ട് മോർ ടു ദി സ്വീഡിഷ് എക്കണോമി ദാൻ പീപ്പിൾ ബോൺ ഇൻ സ്വീഡൻ. ഇത് ഒറ്റ നിലക്ക് നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്, ഇത് മൊത്തത്തിൽ ഇമിഗ്രൻസ് ആണ് സഹായിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്താണ്, വാസ്തവത്തിൽ റെഫ്യൂജീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ സ്വീഡനെ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ഈ വർക്ക് വിസയിൽ വന്നിട്ടുള്ള വർക്ക് വിസ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് സ്വീഡൻ പിന്നെ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്, പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യക്കാർ. അപ്പോൾ പക്ഷെ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും ഈ രീതിയിൽ ലെഫ്റ്റുകൾ തന്നെ ആ ഒരു നാരേറ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ഇമിഗ്രൻസിന്റെ എതിരെയുള്ള ബാക്ക്ലാഷിൽ നമ്മളും കൂടി ഉൾപ്പെട്ട് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ വാസ്തവം. ഇവിടെ ലെഫ്റ്റുകളാണ് പിന്നെ പുൽത്തൊട്ടിയിലെ ചാവാളിപ്പട്ടികളായിട്ട് ഈ നിൽക്കുന്നതുകൊണ്ടുള്ള അവസ്ഥ. കാരണം നമ്മളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ പോലത്തെ ഇന്ത്യക്കാർ ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വരുന്നു, പണിയെടുക്കുന്നു, സ്വീഡനിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഇന്ത്യക്ക് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ പിന്നെ വയറും നിറയ്ക്കാൻ നോക്കുന്നു. ഇതിന്റെ ഇടയിൽ കയറിയിട്ട് പിന്നെ ഇത്തിൽക്കണ്ണികളെ പോലെ അല്ലെങ്കിൽ പിന്നെ അട്ടകളെ പോലെ ചോര കുടിച്ചുകൊണ്ട് ഈ സ്വീഡൻ എക്കണോമിയത്തെ ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലത്തെ ഉള്ള കള്ള റെഫ്യൂജീസും ഇല്ലീഗൽ ഇമിഗ്രൻസും ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സത്യത്തിൽ നമ്മൾ ഇതിനെ ഡാറ്റയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ സ്വീഡിഷുകാർക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത്. വർക്ക് വിസയിൽ വരുന്ന ആൾക്കാർ ചോര കുടിക്കാൻ വരുന്ന ആൾക്കാരല്ല, മറിച്ച് അവരുടെ ചോര നീരാക്കി പണിയെടുക്കാൻ വരുന്ന ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ. മറിച്ച് ഈ ഉണ്ടാക്കന്മാരെ പോലെ ഇവിടെ കിടന്നിട്ട് ഇമിഗ്രൻസ് എല്ലാവരും എക്കണോമിക്ക് ഈക്വലി സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ന്യൂസുകൾ ഇവിടെ പടച്ചു വിടുമ്പോൾ ഗ്രൗണ്ടിൽ ആൾക്കാർ വേറെ രീതിയിലും കാണുമ്പോൾ അവരുടെ ആ ന്യൂവൻസസ് ആ ഒരു മാറുകയാണ്. ഇവരുടെ മനസ്സിലാക്കുന്ന ആ ഒരു രീതിയെ അവരെ മാറുകയാണ്. അതായത് ശരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ട ന്യൂസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ബാക്ക്ലാഷ് വരത്തില്ല ഇമിഗ്രൻസിനെതിരെ. മറിച്ച് പിന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നുള്ള രീതിയിലോട്ട് ഇവർക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇത് അങ്ങനെ മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണം ഇമിഗ്രൻസിന് മൊത്തത്തിൽ ഈ ഒരു ബാക്ക്ലാഷ് ഉണ്ടാവാനുള്ള കാരണം ഈ രീതിയിലുള്ള ലെഫ്റ്റുകളിലെ ഈ പിന്നെ കുത്തിത്തിരിപ്പൻ പരിപാടികൾ കൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ ഈ സ്വീഡന്റെ എക്സാമ്പിൾ കാണിച്ചു തരുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെസിസും ഞാൻ വായിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് 2020 അതായത് മാസ് ഇമിഗ്രേഷൻ ഇൻ സ്വീഡൻ എക്കണോമിക് ഗെയിൻ ഓർ ഡ്രെയിൻ 2020 തോന്നുന്നു പബ്ലിഷ് ചെയ്തത്. 2020 23 എന്തോ ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ, അതായത് ഇന്റഗ്രേഷൻ, ഇമിഗ്രൻസിന് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ കൊണ്ട് ഈ പറഞ്ഞ പോലെ റെഫ്യൂജീസ് കാരണം സ്വീഡന് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇമിഗ്രൻസ് പിന്നെ വർക്ക് വിസയിൽ വന്നിട്ടുള്ള ഇമിഗ്രൻസിനെ കൊണ്ടാണ്. അതിലും യൂറോപ്പിൽ നിന്നിട്ടുള്ള ആൾക്കാർക്കാണ് നല്ല രീതിയിൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് പോളണ്ടിൽ റൊമേനിലൊക്കെ നിന്ന് വരുന്ന സ്വീഡനിലോട്ട് വരുന്ന ഇമിഗ്രൻസിനാണ് നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള ഈ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്ന് വരുന്ന ഇസ്ലാമിക് കൺട്രീസിൽ വരുന്ന ആൾക്കാർ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു തെസിസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂവൻസ്ഡ് ആയിട്ടുള്ള ടേക്ക് ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. മറിച്ച് ഇതിൽ പുൽത്തട്ടിയിലെ ചാവാളി പട്ടികളായിക്കൊണ്ട് ഹിപ്പോക്രറ്റിക് ആയിട്ട് കപടത കളിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഫൈറ്റ്സ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അവിടെ ന്യൂസ് കാണിച്ചിട്ടില്ല, മറിച്ച്
ഇപ്പോൾ ടോണി റോബിൻസന്റെ ഒരു വിഷയം, അതായത് ടോണി റോബിൻസൺ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ UK കണ്ടിട്ടുള്ള മാറ്റം, 1.5 ലക്ഷം പേരാണ് നിരത്തിലിറങ്ങിക്കൊണ്ട് സമരം ചെയ്തിട്ടുള്ളത്. ഈ നിരത്തിലിറങ്ങിക്കൊണ്ട് സമരം ചെയ്യുന്ന ആൾക്കാരൊക്കെ UK കൊടി പിടിച്ചിട്ടാണ് സമരം ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിസ്റ്റുകളും പലസ്തീന്റെ ആൾക്കാരും പലസ്തീന്റെ കൊടി പിടിച്ചുകൊണ്ടും പിന്നെ UK കൊടി പിന്നെ കത്തിച്ചപ്പോഴൊന്നും ഈ ലെഫ്റ്റുകൾക്ക് പ്രശ്നമില്ല. മറിച്ച് ഇവിടെ ഒരു കൊടിയോ മറ്റേ സാധനങ്ങളോ ഒന്നും എടുത്തിട്ട് ഇതാക്കുന്നില്ല, പ്രൊവോക്കേറ്റ് ചെയ്യുന്നില്ല. ഇവർ അവരുടെ കൊടി പിടിച്ചുകൊണ്ട് നിരത്തിലിറങ്ങുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട്, സ്വന്തം രാജ്യത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഇറക്കുമ്പോൾ അവരൊക്കെ ഫാർ റൈറ്റും തീവ്ര വലതുപക്ഷമായി മാറുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ ന്യൂസ് വായിച്ചപ്പോൾ ഈ റാലിയെ തീവ്ര വലതുപക്ഷം എന്ന് വിളിച്ചത് ഇന്ത്യയിലെ എല്ലാ ന്യൂസ് പേപ്പേഴ്സും അവരെ തീവ്ര വലതുപക്ഷം എന്നാണ് വിളിച്ചത്. അതായത് അതാണ് നമ്മൾ കാണിക്കുന്നത്. ഇന്ത്യയിലുള്ള ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, വയർ എന്ന് പറയുന്ന എല്ലാ മെയിൻ സ്ട്രീം മീഡിയകളും അവരെ ഫാർ ലെഫ്റ്റ് എന്നാണ് വിളിച്ചത്, അത് തീവ്ര വലതുപക്ഷം എന്നാണ് വിളിച്ചത്. ആ രീതിയിലുള്ള ഡോമിനൻസ് ആണ് ഇന്ത്യയിലും ബാക്കിയുള്ള വേൾഡിലും ലെഫ്റ്റ് മീഡിയക്ക് ഉള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് ലെഫ്റ്റ് മീഡിയന്റെ ഹിപ്പോക്രസി നമ്മൾ എക്സ്പോസ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ന്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മീഡിയകളെയാണ്. അപ്പൊ ആ മീഡിയകൾ തന്നെ ഈ രീതിയിലുള്ള ബയസസ് കാണിക്കുമ്പോൾ നമുക്കത് എക്സ്പോസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യം തന്നെയാണ് ലെഫ്റ്റുകളുടെ ഈ ഒരു പരിപാടി. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള വേറെ ന്യൂസ് ആണ്, അതായത് ഡെമോക്രസി ഷുഡ് ലീവ് UN ആൻഡ് ഫോം ആൾട്ടർനേറ്റീവ് ബോഡി, ലാപ്പിഡ് ആർഗ്യൂസ് ഇൻ ഫോക്സ് ന്യൂസ് ഓപ്പഡ് എന്നുള്ളതാണ്. അതായത് UN എന്ന് പറയുന്ന ബോഡിയെ പിന്നെ ഒഴിവാക്കണം, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളത് പറയുന്നത് നമ്മുടെ ഇസ്രായേലിൽ നിന്നിട്ടുള്ള ഒരു സെക്രട്ടറി എന്തോ ആണ്, ഡിഫൻസ് സെക്രട്ടറി എന്തോ ആണ്, ലാപ്പിഡ്, പുള്ളിക്കാരൻ പറയുകയാണ് ഒരു ഇന്റർവ്യൂവിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കാര്യം തന്നെ ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഐബയൊക്കെ കൂടി ഷെയർ ചെയ്തിട്ടുള്ള സംഭവമാണ് ഇൻസ്റ്റാഗ്രാമിൽ, അതായത് വേൾഡ് ഫ്രീഡം ഇൻഡെക്സ്. അത് ഇതില് 92ാം സ്ഥാനത്ത് നേപ്പാളിലാണ്. പറയുമ്പോൾ ഇതേ നേപ്പാളിലാണ് ഇപ്പോൾ ഇവിടെ സമരം നടന്നിട്ടുള്ളത്, പിന്നെ കുറെ പേര് മരിച്ചു തുടങ്ങിയിട്ടുള്ളത്, പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം താഴെ ഇറങ്ങിയിട്ടുള്ളത്. അവരൊക്കെ 92ാം സ്ഥാനത്താണ്. പലസ്തീൻ വരെ 108ാം സ്ഥാനത്തിലാണ്. ഉക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, അവിടെ ഒരു 114ാം സ്ഥാനത്ത്. എന്നിട്ട് ഇന്ത്യ ഒരു പ്രശ്നവുമില്ല, പൊളിറ്റിക്കലി സ്റ്റേബിൾ ആണ്, മിലിറ്ററിലി സ്ട്രോങ് ആണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമിയാണ്, എന്നിട്ട് 118ാം സ്ഥാനത്താണ്. അപ്പോൾ എന്താണ് സംഭവത്തിൽ? ഇത് UN ആണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് പിന്നെ ചെയ്യുന്നത്, അവരുടെ ബോഡിയാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് ചെയ്യുന്നത് എന്നുള്ളൊരു അവസ്ഥയാണ്. ഇതാണ് ലെഫ്റ്റ് ലിബറൽസിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ എല്ലായിടത്തും കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുക, കപടതയാണ് അവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എന്ത് പ്രശ്നമാണുള്ളത്? ഇന്ത്യയിൽ പിന്നെ ഈ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്ത് പ്രശ്നമാണുള്ളത്? എന്നിട്ട് ഈ ഇതിലാണ് എന്നിട്ട് ഇന്ത്യനെ 117ാം സ്ഥാനത്തോട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ UN EU എന്ന് പറയുന്നത്, ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റർ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എത്രത്തോളം ബയസ്ഡ് ആണ് എന്നുള്ളതാണ്, എത്രത്തോളം പിന്നെ ഫലേഷ്യസ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഫാഴ്സിക്കലാണ് എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യന്റെ അല്ലെങ്കിൽ NRIസിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമ്മളെ ഇപ്പൊ അടുത്ത് നമ്മളെ മസ്കണ്ണൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറയാ, പുള്ളിക്കാരൻ പറഞ്ഞ് ഈ അവിടുത്തെ പിന്നെ എന്താ പറയാ അമേരിക്കൻസായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ ഇപ്പൊ അടുത്ത് പറഞ്ഞത്, ന്യൂസ് കണ്ട നോക്കി മനസ്സിലാവും, പിന്നെ ഈ ഇമിഗ്രൻസിനെയൊക്കെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരന്റെ കമ്പനി തന്നെ Tesla sued for allegedly preferring H-1B workers over Americans in hiring decisions എന്നുള്ളതാണ്. അതായത് പുള്ളിക്കാരൻ അവിടെ കിടന്നിട്ട് ഇങ്ങനത്തെ ഓരോ വാദങ്ങൾ പറയുമ്പോൾ, നമ്മളെ മസ്കണ്ണൻ ഇങ്ങനത്തെ ഓരോ വാദങ്ങൾ പറയുമ്പോൾ പുള്ളിക്കാരന്റെ കമ്പനീന്റെ എതിരെ തന്നെ ഒരു കേസ് പോയിരിക്കുകയാണ്. എന്താണ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, H-1B വർക്കേഴ്സിനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അവിടെ കമ്പനികൾ. കാരണം അവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി അമേരിക്കൻസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നല്ല പണിയെടുക്കും. അതിപ്പോ നമ്മളൊക്കെ ഇവിടെ വന്നപ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യക്കാരും ചൈനക്കാരും പ്രധാനമായിട്ട് പിന്നെ എംപ്ലോയ് ചെയ്യുന്നത് പണിയെടുക്കും. ഇവര് ബാക്കിയുള്ളവരെ പോലെ അങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടോ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അടക്കാൻ പോകില്ല. പണിയെടുക്കും. പണി പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കും, ചത്ത് പണിയെടുക്കും, പട്ടികളെ പോലെ പണിയെടുക്കും ചൈനക്കാരാണെങ്കിൽ. അതുകൊണ്ടാണ് ഇന്ത്യക്കാരെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതും. ചൈനക്കാരും പ്രിഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ചൈനക്കാർക്ക് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ലൈൻ ഉള്ളത് കൊണ്ട് കുറച്ചൊരു സ്കെപ്റ്റിസിസം ഉണ്ട്. അപ്പോഴും അവിടെ ഇന്ത്യക്കാരാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു നഗ്ന സത്യമാണ്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഈ പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ്സ്, UK പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ്സ് ഇങ്ങനത്തെ കുറെ കാക്കാമാരെ കാണിച്ചു കൂട്ടുന്ന വിക്രസുകൾ, അതായത് ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലൊക്കെ നിന്ന് പോകുന്ന
പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോകുന്ന കുറെ കാക്കന്മാർ കാണിച്ചു കൊടുക്കുന്ന വിക്രസുകൾ കാരണം ഇവരൊക്കെ ബ്രൗൺ സ്കിൻ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരതും ബ്രൗൺ സ്കിൻ ആണ്. അപ്പൊ ഇവര് കാണിച്ചു കൊടുക്കുന്ന കാക്കന്മാരുടെ കുന്തിരിപ്പൻ സാധനങ്ങൾ ഇവര് കാട്ടിക്കൂട്ടുന്ന വിക്രസുകൾ കാരണം ഇന്ത്യക്കാര് സ്റ്റിഗ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതില് ഈ ഒരു ന്യൂസിൽ കുറച്ചൊരു എന്താ പറയുക ഒരു ബയസ് ഉണ്ട്. അതായത് ഇന്ത്യൻ മുസ്ലിംസ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ മുസ്ലിംസ് അല്ല, മറിച്ച് ഇന്ത്യക്കാരെ ഒട്ടാകെ ഈ രീതിയിലുള്ള സ്റ്റിഗ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് ഒറ്റ അടിക്ക് പോക്കിലേക്ക് അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ എല്ലാവരും ബ്രൗൺ സ്കിന്നാണ്. പക്ഷെ സത്യത്തിൽ എന്താണ്, ഇത് ഇന്ത്യക്കാർ അവിടെ പണിയെടുക്കാൻ പോകുന്നു, പണിയെടുക്കുന്നു, ചോര നീരാക്കി പണിയെടുക്കുന്നു. ബാക്കിയുള്ളവരോ അവിടെ ചെന്നിട്ട് പിന്നെ അവിടുത്തെ വെൽഫെയറും വിഴുങ്ങി ഇരുന്നിട്ട് ജിഹാദിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ അവർ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിന്റെ കളികൾ കൊണ്ട് അവർ ആ ന്യൂവൻസ്ഡ് ടേക്ക് അവർ കാണുന്നില്ല എന്നുള്ള നഗ്നമായ സത്യമാണ്. ഇനി വേറൊരു രീതിയിൽ സൗത്ത് ഏഷ്യയിലെ ഒരു കമ്പാരിസൺ ആണ്. അതായത് ഈ ഒരു വൈ ഇന്ത്യ വർക്ക്സ് ആൻഡ് വൈ നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് കീപ് ബ്രേക്കിംഗ് ഡൗൺ എന്നുള്ളതാണ്. അതായത് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇത്രയധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു പോകുമ്പോൾ ബ്രിട്ടനിലെ ചില പിന്നെ ബുദ്ധി രാക്ഷസന്മാർ പറഞ്ഞിരുന്നത് ഇന്ത്യ അധികാലം നിലനിൽക്കൂല. കാരണം ഇന്ത്യയിൽ പല പല ഭാഷകളും ഇനിയിപ്പോ ഭാഷകൾ അവർ ഒത്തൊരുമിപ്പിച്ച തന്നെ ഈ കാക്കമാരുടെ കളികൾ കൊണ്ടൊക്കെ ഇതിനി വീണ്ടും വിഘടിച്ചു പോകും എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ചരിത്രത്തിൽ നിന്ന് 1947 തൊട്ടിട്ട് 2025 വരെ ഇന്ത്യ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ട്രോങ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ലോകത്തിന് എക്സാമ്പിളായി വെക്കുമ്പോൾ പലർക്കും അത്ഭുതം തന്നെയാണ് ഇന്ത്യന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതിന് കാരണം ഇന്ത്യയിൽ കുറെ ഡിഫറൻസസ് ഉണ്ട്. അതായത് ലാംഗ്വേജിന്റെ ഡിഫറൻസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ മതത്തിന്റെ ഡിഫറൻസസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ ഒരു തൊലി കളറിന്റെ വ്യത്യാസത്തിലുള്ള ഡിഫറൻസസ് ഉണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യയിൽ ഒന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബോധം അത് ഇന്ത്യയിൽ വളർത്തിയെടുക്കാൻ പിന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഉള്ളിൽ എന്തോ ആ രീതിയിലുള്ള സാധനം കടന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് കുറെ വിഘടനവാദികൾ, ഇസ്ലാമിസ്റ്റുകളും ഒപ്പം നിൽക്കുന്ന കുറച്ച് വിഘടനവാദി സാധനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു നഗ്ന സത്യമാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ പാട്രിയോട്ടിസം എന്ന് പറയുന്നത്, പാട്രിയോട്ടിസം ആൻഡ് നാഷണലിസം, ദേശസ്നേഹം, ദേശീയത, ഈ രണ്ട് ആശയങ്ങളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യം നിലനിൽക്കാൻ വേണ്ടി. അപ്പൊ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നത് മതമോ രാഷ്ട്രീയ ബോധമോ രാഷ്ട്രീയ ചിന്താഗതി ഒന്നുമല്ല, രാജ്യസ്നേഹവും ദേശീയതയും തന്നെയാണ്. ഈ രാജ്യസ്നേഹത്തിനെയും ദേശീയതയും തെറ്റായ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾസ് ആണ് ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പേഴ്സ് വരെ. ഹിന്ദു പറയുമ്പോൾ ഭയങ്കര സെൻട്രിസ്റ്റ് ന്യൂസ് പേപ്പർ ആണെന്നാണ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂസ് പേപ്പറിൽ നിന്ന് വരെ വരുന്ന ആർട്ടിക്കിൾസ് ഇങ്ങനത്തെ കുറെ പിന്നെ വളച്ചൊടിക്കുന്ന നിയോമാർക്സിസ്റ്റ് ആശയങ്ങൾ വെച്ചുള്ള സംഭവങ്ങളാണ്. അതായത് ദേശീയതയും ദേശസ്നേഹമൊക്കെ എന്തോ വലിയ തെറ്റായ സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഹിന്ദുവിന്റെ ആർട്ടിക്കിൾസിൽ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി കുറച്ച് ഇടത്തന്മാരുടെ ഒരു പരിപാടികൾ നമ്മൾ ഇവിടെ എക്സ്പോസ് ചെയ്യാണ്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. ഇത് പിന്നെ ബോൾസനാരോ എന്ന് പറയുന്ന നമ്മുടെ ബ്രസീലിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ എന്താ പറയാ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു. പുള്ളിക്കാരനെ ബ്രസീലിലൊരു പിന്നെ ഭരണം പിടിച്ചടക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് 27 വർഷത്തിന് ശിക്ഷിച്ചു. ഈ ഒരു ന്യൂസ് പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ടു സെന്റർ ഒക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് റിപ്പോർട്ട് ചെയ്തത് ലെഫ്റ്റ് ആണ്. കാരണം അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കിയ ന്യൂസ് ആണത്. കാരണം ബോൾസനാരോനെ ഇവർ വിളിക്കുന്നത് ഫാർ ലെഫ്റ്റ്, ഫാർ റൈറ്റ് എന്നാണ്, തീവ്ര വലതുപക്ഷം എന്നുള്ളതാണ്. ഇനി ഇതേ ലെഫ്റ്റ് നോർത്ത് കൊറിയയിൽ സ്വന്തം സിറ്റിസൻസിന് അവിടെ ഉണ്ടാക്കിയിരുന്ന പുറത്തു നിന്ന് വരുന്ന സിനിമകൾ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സിവിലിയൻസിനെ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം ലെഫ്റ്റുകൾ അധികം അത്ര ഇഷ്ടത്തോടെ അതങ്ങ് പിന്നെ ന്യൂസാക്കി കാണിച്ചില്ല. അല്ലെങ്കിൽ അവർക്ക് ആ മറ്റേതിലുണ്ടാക്കി കാണിച്ച ആവേശം അവരിതിൽ കാണിച്ചില്ല. ബാക്കിയുള്ള ന്യൂസുകളൊപ്പം തന്നെ അവർ റിപ്പോർട്ട് ചെയ്തു. ഇനി ഈ ഇസ്രായേലിനെതിരെ കേസ് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് ഇസ്രായേൽ പ്രൊട്ടസ്റ്റ് ടേൺ സ്പാനിഷ് വെൽറ്റ സൈക്ലിംഗ് റേസ് ഇൻ ടു ഡിപ്ലോമാറ്റിക് ബാറ്റിൽ ഗ്രൗണ്ട്.
ഇസ്രായേൽ പലസ്തീൻ വിഷയം വരുമ്പോൾ അവർ ഭയങ്കര പലസ്തീനൊപ്പം നിന്നുകൊണ്ട് പലസ്തീനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊരു രാജ്യത്തിനെയും ആ ന്യൂസിനെ ഭയങ്കരമായിട്ട് ബോൾസ്റ്റർ ചെയ്ത് പെരുപ്പിച്ച് കാണിക്കും. ഇസ്രായേലിനെതിരെ വരുന്ന ന്യൂസുകൾ ഭയങ്കര പൊലിപ്പിച്ച് കാണിക്കും. ഇസ്രായേലിന്റെ നല്ല നടപടികളെ ന്യൂസുകൾ അവർ റിപ്പോർട്ട് ചെയ്യത്തേയില്ല എന്നുള്ളതാണ്. ഇതും ലെഫ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. സ്പെയിനിൽ നടന്ന ഒരു സൈക്ലിസ്റ്റ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു, വേൾഡ് സൈക്ലിസ്റ്റ് ഒരു കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു സൈക്ലിസ്റ്റുകളെ. അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോ പലസ്തീൻ പ്രൊട്ടസ്റ്റേഴ്സ് കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സൈക്ലിസ്റ്റ് കോമ്പറ്റീഷൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അതായത് അത് മുഴിപ്പിക്കാൻ സമ്മതിച്ചില്ല ഇവർ കയറിയിട്ട്. അപ്പോൾ ഇതില് ആ ഒരു സാധനത്തിന് ഇവര് ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ സൈക്കിൾ റാലീസ് കയറിയിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ നമ്മൾ പിന്നെ കേർബ് ചെയ്യല്ല വേണ്ടത്, അതിനെ ചെക്ക് ചെയ്യുക, അതിനെ ഡിസ്കറേജ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. പകരം ഇവരെന്താ ചെയ്തത്? അതിനെ പ്രോ പലസ്തീൻ എന്ന് വിളിക്കുന്നതിന് പകരം ആന്റി ഇസ്രായേൽ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ ന്യൂസ് കാണിക്കുന്നു. എന്നിട്ട് പറയുകയാണ് അതിന് എന്തോ വലിയൊരു സംഭവമാക്കി കാണിച്ചുകൊണ്ട് ഇവിടെ ന്യൂസുകൾ എഴുതാണ് ലെഫ്റ്റ് ലീനിങ് മീഡിയ. ഇതാണ് അത്ര വിപ്ലവം. അതായത് ഇതാണ് ഇവരുടെ വിപ്ലവം എന്ന് പറയുന്നത്. അതായത് പിന്നെ ഒരു കോമ്പറ്റീഷനിൽ കയറിയിട്ട് സിനിമകളൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക, ബാൻ ചെയ്യുക. ഏതുപോലെ തീവ്ര വലതുപക്ഷ ഒരു കാലത്ത് ഫാസിസം കളിച്ചുകൊണ്ടിരുന്നിരുന്നത്, ഫാസിസ്റ്റുകൾ അതേ കളി ഇവരും കളിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇവർ ചെയ്യുമ്പോൾ മാത്രം അത് പിന്നെ എന്തോ വലിയ പിന്നെ ഹ്യൂമൻ റൈറ്റ്സും ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അത് ഫാസിസമായി മാറുന്ന ഒരു ഇരട്ടത്താപ്പ്. ഇനി ഇത് ലെഫ്റ്റിന്റെ അടുത്തുനിന്ന് ഒരൊറ്റ ആർട്ടിക്കിളും ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടില്ല. ഈ ആർട്ടിക്കിൾ എന്താന്ന് പറയുന്നത് വെച്ചാൽ ബ്രിട്ടൻസ് BAE systems to help Poland make heavy artillery shells. അതായത് പോളണ്ടില് ഈ പറഞ്ഞ പോലെ ഈ റഷ്യ കയറിയിട്ട് കളിക്കുന്നതിൽ പിന്നെ ബ്രിട്ടൻ അവരെ പിന്നെ റഷ്യന്റെ എതിരെ പിന്നെ പ്രതിരോധം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ സപ്പോർട്ടും ടൂൾ സപ്പോർട്ടും കൊടുക്കുന്നു എന്നുള്ള ന്യൂസ് ലെഫ്റ്റിൽ നിന്ന് ഒറ്റ ന്യൂസ് ചാനൽസും പിന്നെ പബ്ലിഷ് ചെയ്തില്ല. അതിന് കാരണം റഷ്യനോടുള്ള പിന്നെ ബാക്കിലുള്ള ലെഫ്റ്റുകളുടെ സപ്പോർട്ടാണ് ഇത് കാണിക്കുന്നത്. അതേമാതിരി തന്നെ ബ്രിട്ടനിലുള്ള ഗവൺമെന്റ് ഇവരുടെ സ്വന്തം ഗവൺമെന്റ് ആണ്, ലേബർ പാർട്ടി ആണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ലേബർ പാർട്ടി ഇങ്ങനെ പോളണ്ടിനെ പോലത്തെയുള്ള തീവ്ര വലതുപക്ഷം എന്ന് അവർ തന്നെ പിന്നെ പറഞ്ഞെടുക്കുന്ന ഗവൺമെന്റിനെ സഹായിച്ചു എന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇരട്ടത്താപ്പ് നയങ്ങളാണ് ഇവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നിട്ട് ഒരൊറ്റ ന്യൂസും കൂടി വന്നിട്ടില്ല. അതായത് BBC censures staff for calling Hamas a terror group. അതായത് BBC-യിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ച ന്യൂസുകളും ആർട്ടിക്കിൾസും അവർ BBC ബാൻ ചെയ്യുന്നു. ഇത് ന്യൂസായിട്ട് പുറത്ത് വരുന്നു. അത് ലെഫ്റ്റിൽ നിന്നിട്ടുള്ള ഒറ്റ ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, റൈറ്റും സെൻറ്ററും ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഈ ഒരു ഇസ്ലാമോ ലെഫ്റ്റിന്റെ ആ ഒരു കളിയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഇനി ട്രംപ് അവസാനം നമ്മുടെ ഇത്രയും കാലം ഇന്ത്യനെ കുറ്റം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇന്ത്യനെ കുറ്റം പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയാണ് റഷ്യ ഉക്രൈൻ വാറിന് കാരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ട്രംപ് അണ്ണൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് കോൾസ് ഓൺ ഓൾ നാറ്റോ കൺട്രീസ് ടു സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ, ത്രട്ടൻസ് 50 to 100% താരിഫ്സ് ഓൺ ചൈന. അതായത് ഇപ്പൊ ചൈനേനെയും പുള്ളിക്കാരൻ എതിർത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചൈനേനെയും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. അപ്പൊ പുള്ളിക്കാരന്റെ പല പല കളികൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നത് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറിയത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും കാലമായിട്ട് സമ്മതിച്ചിട്ടില്ല. അപ്പൊ പുടിൻ ഞാൻ പറയുന്നത് കേൾക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇപ്പൊ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു കേരളത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം കൂടിയിട്ടുണ്ട് കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസുകളിൽ. പക്ഷെ ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കേരളം തന്നെയാണ്. ഈവൻ ആസ് ഇൻഫ്ലേഷൻ ഈസസ് ഇൻ ഇന്ത്യ, കേരള ടോപ്സ് ചാർട്ട് ഫോർ 8th straight month in 2025, റേറ്റ് നിയേഴ്സ് ഡബിൾ ഡിജിറ്റ്സ്. അതായത് ഇപ്പോഴും കേരളം തന്നെയാണ് ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ. അപ്പോൾ ഇത്രയും ന്യൂസുകളാണ് ഇപ്പൊ പറയാനുള്ളത്. ഇനി കുറച്ച് ഹിസ്റ്ററി ഉണ്ട്, അത് ഞാനിപ്പോ പറയുന്നില്ല, സമയം ഉണ്ടെങ്കിൽ പിന്നെ പറയാം. ഇപ്പൊ തന്നെ ബോറടിപ്പിച്ചതിന് സോറി. താങ്ക് യു.
നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.